എന്റെ കുറച്ച് സന്തോഷങ്ങളും കുറച്ച് വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ചാനൽ പറയുന്നത്. പിന്നെ ഞാൻ സന്തോഷവും സങ്കടമൊക്കെ വരുമ്പം കൊയ്ക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം. നമ്മളിപ്പോ പോകാൻ പോകുന്നത് DIFCയിലോട്ടാണ്. ദുബായിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഞാന് ഒറ്റയ്ക്കിരിക്കാൻ തോന്നുമ്പോഴും ഒക്കെ പോയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ഗ്രോസറി നിന്നാണ് ഞാൻ എപ്പോഴും ചായ കുടിക്കുന്നത്. നമുക്ക് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഗ്രോസറി കയറി ചായ വാങ്ങിച്ച് പ്രാക്കൊക്കെ തീറ്റിയും ഒക്കെ വാങ്ങിച്ച് പ്രാക്കൂട്ടത്തിൽ കൊണ്ട് ഇടും. ഇവര് നമ്മുടെ കൂടെ എപ്പോഴും കാണും. പുള്ളി തീറ്റ എടുക്ക. ഇതുപോലെ നമ്മളും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കലുണ്ട്. അവിടുന്ന് ചായ വാങ്ങിച്ച് ഇവിടെ വന്നിരുന്ന് കുടിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുറെ ഒരു 1/4 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് പോവും. അതാണ് എന്റെ ഒരു കംഫർട്ട് സോൺ. അവിടെ ഒരു പാർക്ക് ഉണ്ട്, അവിടെ ഇരിക്കാൻ പറ്റും. നമുക്കിനി നമ്മുടെ സ്പോട്ടിലോട്ട് പോവാം. ഇപ്പോ സൺഡേ ആയതുകൊണ്ട് ഇവിടെ വലിയ ഒരുപാട് തിരക്കില്ല. അല്ലാത്തപ്പോ ഈ ഓഫീസ് ടൈം ഒക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ നമുക്ക് ഇനി നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം. ഓക്കെ, നല്ല രസമാണ് കാണാൻ. ഒരു സൺസെറ്റ് ഒക്കെ വരുന്ന സമയത്ത് അടിപൊളിയാ. ഇവിടെ മഴ പെയ്ത സമയത്തെ നല്ല രസമായിരുന്നു. ഞാന് അവിടെ പോയിരുന്ന് എന്റെ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാതിരിക്കും, കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടോ? അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്, മഴ പെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മൾ മരുഭൂമിയിലാണല്ലോ ടെക്നിക്കലി, അപ്പം അത് പച്ചയാവാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞോണ്ടിരുന്ന എന്താ, ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്ന ആളാണ്. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, അപ്പം ഈ മരുഭൂമിയിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും മഴ കിട്ടത്തില്ല. എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും മഴ കിട്ടണേ. അപ്പൊ ഈ നമ്മള് ഈ കുഞ്ഞു 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 ചെറിയ 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 തൂവാനടിക്കുന്ന പോലത്തെ മഴകളായിരിക്കും. എങ്കിൽ പോലും നമുക്കതൊരു വലിയ മഴയാ. അപ്പൊ അന്ന് ആ സമയത്ത് നമ്മള് ഇവിടെ എന്താ DIFC, ഞാനിപ്പോ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് അവിടെ ഇരുന്ന് കൊറേ ഫോട്ടോസും കൊറേ വീഡിയോസും ഭയങ്കരമായിട്ടൊരു ഞാൻ എന്റെ കുഞ്ഞിലത്തെ ഒരവസ്ഥയിലെത്തിയിരുന്നു. ഞാൻ കൊറേ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. നമുക്കിതിപ്പോ ഇനിയിപ്പോ ഗ്രീൻ ആവേ, ഗ്രീനായി. പിന്നെ ഒരിക്കൽ മഴ പെയ്തപ്പോ ഞാനിവിടെ എല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം ഓടി നടന്ന് മഴ കൊണ്ട് നമുക്ക് അടുത്ത വെയിറ്റിംഗ് ഏരിയ വന്നു. അടുത്ത ഇനി പച്ചയാവുമ്പോ നമുക്ക് പോവാം. നാട്ടിലെ പോലെ നമുക്ക് അല്ലാതെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇതുവഴി തന്നെ ക്രോസ് ചെയ്തില്ലെങ്കിൽ, സീബ്ര ക്രോസിംഗിലൂടെ തന്നെ ക്രോസ് ചെയ്തില്ലെങ്കിൽ ഫൈനാ. നമ്മൾ നമ്മുടെ സ്പോട്ടിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി സ്ഥലാട്ടോ. ഇവിടെയാണ് ഞാൻ എന്റെ കംഫർട്ട് ടൈമിൽ വന്നിരിക്കുന്നത്. എനിക്ക് ആൾക്കാരെ വേണോന്ന് തോന്നുമ്പോഴും പ്രകൃതി ഭംഗി ആസ്വദിക്കണമെന്ന് തോന്നുമ്പോഴും മഴ, വെയില്, ചൂട്, കാറ്റ്, ഇതിലെല്ലാം എന്റെ കൂടെ ഈ സ്ഥലവും കാണാറുണ്ട്. വേറൊരു സംഭവം കാണിച്ചു തരാമേ. അതാരാ നിക്കുന്നേന്നുണ്ടോ? അതാണ് നമ്മുടെ സ്വന്തം ബുർജ് ഖലീഫ. ഇവിടെ നിന്ന് നല്ല വ്യൂ ആ, അടിപൊളിയാ. എനിക്കറിയത്തില്ല എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നൊന്നും. പക്ഷെ അടിപൊളി വ്യൂ ആണ്. ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, റൂൾസ് കുറച്ചുണ്ട് തോന്നുന്നു. പക്ഷെ ഫോട്ടോഷൂട്ടൊന്നും നടക്കത്തില്ല. പക്ഷെ അല്ലാതെ
ഇങ്ങനെ ഫോൺ ക്യാമറ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ദേ നോക്ക്, കുറച്ച് ഗ്രീനറി കൂടുതലുള്ള സ്ഥലം, ഇവര് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ഥലം. ഇതാണ് ഇവിടുത്തെ പള്ളി, മോസ്ക്. സോ ഗൈസ്, ഒരു വലിയ കാര്യം പറയാനുള്ളത്, എന്റെ പെട്രി വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളിൽ തിരിഞ്ഞും പറഞ്ഞൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഇതൊന്നും നടക്കത്തില്ല. ഞാൻ കുറച്ചൊരു ഇടിഞ്ഞു സംസാരിക്കാം. ഓക്കെ, സോ അതാണ് ബുർജ് ഖലീഫ. ഇതൊക്കെയാണ് നമ്മളുടെ സ്ഥലം. ഇത് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ കഴിയുമ്പോ മുല്ല പൂക്കും. ഇപ്പൊ പൂത്തിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ കണ്ടില്ല. പക്ഷെ കുറേ മുല്ലപ്പൂണ്ട്, കുറെ മുല്ലപ്പൂണ്ട്. അവിടെ പൂക്കളുണ്ട്. ഇതിന്റെ പേരെന്തായാലും മന്ദാരമാണെന്ന് തോന്നുന്നു. ഇത് മന്ദാരം എന്നാണ് തോന്നുന്നു പറയുന്നത്. അതോ ചെമ്പകമാണ്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്റെ ആരും ഒന്നും പറഞ്ഞു ചെയ്തത്. പക്ഷെ ഇതൊക്കെ എന്റെ കൂട്ടുകാരാട്ടോ. ഇതൊക്കെയാണ് എന്റെ കൂട്ടുകാർ. ഇവരൊക്കെയാണ് എന്റെ സഹവാസികൾ എന്താ പറയുന്നത്, അങ്ങനെ എന്തോ പറയത്തില്ലേ, അവരാണ് ഇവര്. അപ്പം നമുക്ക് കുറെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ നമുക്ക് DIFC എന്ന് പറഞ്ഞാല് മിനിമൽ ആയിട്ടുള്ള സ്ഥലമല്ല, ഒരറ്റത്തുനിന്ന് അങ്ങറ്റം വരെ DIFC ആണ്. എമിറേറ്റ്സ് ടവേഴ്സ് തൊട്ട് ബുർജ് ഖലീഫയുടെ തൊട്ട് മുന്നേ വരെ DIFCയുടെ ബിൽഡിങ്സ് ആണ്. അത് നമുക്ക് ഇപ്പൊ ശരിക്കും നിങ്ങൾ നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് ഏത് ഫ്ലോറാന്ന് ഫീൽ ചെയ്യാ? ഇറ്റ്സ് നോട്ട് ഗ്രൗണ്ട്, ഇറ്റ്സ് എ ടോപ്പ് ഫ്ലോർ. ഇത് ടെറസാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ പറഞ്ഞാല് ഇത് നമ്മുടെ ഏറ്റവും മുകൾ വശമാണിത്. ഈ മുകൾ വശമാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇത്രയും അടിപൊളിയായി, ഇത്രയും നേച്ചറിസ്റ്റിക് ആയിട്ട്, ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടേ. സി, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇതിനകത്ത് വെള്ളം കൊടുത്തിട്ടുള്ള എനിക്ക് കേൾക്കാം. ചെടികൾക്ക് വെള്ളം കൊടുത്തേക്കുന്ന പൈപ്പ് അകത്തൂടെ പോകുന്നുണ്ട്. ആ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാം. ഇതല്ല ഇവിടെ എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മള് ശരിക്കും തോന്നുന്നുണ്ടോ നമ്മൾ മരുഭൂമിയിലാ നിൽക്കുന്നതെന്ന്? ഇറ്റ്സ് എ ഡെസേർട്ട് ഏരിയ. ഇറ്റ്സ് ദുബായ്, UAE. ഇറ്റ്സ് എ ഡെസേർട്ട് ഏരിയ. പക്ഷെ എന്തോരം മരങ്ങൾക്കും ചെടികൾക്കും ഇത്രയും പ്രാധാന്യം നൽകുന്ന ഒരു ഗവൺമെന്റ്, അടിപൊളിയാ. ഇനി നമുക്ക് ഒരുപാടുണ്ട്. നിങ്ങളെല്ലാം കൂടെ എങ്ങനെ കാണിക്കും, എനിക്ക് എന്തോ ഒരു വെപ്രാളം വരും. നിങ്ങളെല്ലാം കൂടെ എങ്ങനെ കാണിക്കും അറിയാതെ. ഫൗണ്ടൻ, ഇതൊക്കെ ടെറസ് ആട്ടോ. ഇതൊക്കെ ടോപ്പ് ഫ്ലോർ ആണ്, ഇതൊക്കെ റൂഫ് ഫ്ലോർ ആണ്. ഇവിടെ എല്ലാം ഓരോ ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഐ വിൽ ഷോ യു ഗൈസ്. നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് ഒരാളെ കാണാം. മെയിൻ ആയിട്ട് നമുക്ക് അടിപൊളി ഒരു വ്യൂ ഉണ്ട്. അവിടെ ഇന്ന് നമുക്ക് പോവാവേ. ബാക്കി കുറച്ച് ഇവിടെ തന്നെ കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എല്ലാം എന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമേ. എന്തുകൊണ്ട് ഇവിടെ എന്റെ ഒരു കംഫർട്ട് സോൺ ആയി എന്ന് ചോദിച്ചാൽ, വൺ ഓഫ് ദ മെയിൻ തിങ് ഇവിടുത്തെ ഗ്രീനറിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു മഴ പെയ്താൽ എന്ത് രസമായിരിക്കും കാണാൻ, ഭയങ്കര രസമായിരിക്കും. അന്ന് ഞാൻ ഇതൊക്കെ നിന്ന് കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ, എന്റെ കയ്യിൽ അത് എവിടെയാന്ന് അറിയത്തില്ല. നോക്കാട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ കൂടെ ഒക്കെ കുറച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ UAEയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ടോപ്പ് ബിൽഡിങ്സ് ഒക്കെ ഇതിന്റെ ഈ ഗേറ്റിൽ കൂടെ നോക്കിയാല് ഭയങ്കര രസമാണ്. നമുക്ക് അങ്ങോട്ട് പോകണം. നമുക്ക് വേറൊരു വഴി നോക്കാം. ദുബായിലെ വിജനമായ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര പാടാണ്. ഇത് വിജനമായ സ്ഥലമാണ്. ഇവിടെ കൂടുതലും യൂറോപ്യൻസ് ആണ് ഉള്ളതൊക്കെ. അപ്പോ
ഇതാട്ടോ ഞാൻ പറഞ്ഞ വ്യൂ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയി തോന്നുന്നു, പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. ഞാൻ ഇവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാന് ചിലപ്പോ വന്നത് അവിടെ ഇരിക്കും. അവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് നല്ല രസാ. ഇവിടെ ഒരു പ്രത്യേകതരം കാറ്റും കാര്യങ്ങളൊക്കെയാ. നമ്മള് വേറെ എനിക്ക് തോന്നുന്നു സമ്മറില് നമ്മള് ദുബായിൽ വേറെ എവിടെ പോയാലും ഇങ്ങനെ ഇത്രയൊരു തണുത്ത അന്തരീക്ഷം കാണാൻ കുറവാ. ഇവിടെ നല്ല കണ്ടോ, നല്ല കാറ്റാ. ഇവിടെ നല്ല കാറ്റാണ്. അതുമല്ല ചൂട് കുറവാണ്. അറിയില്ല, ഇതുപോലെ സ്കൈസ്കേപ്പേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം ഭയങ്കര ചൂട് കുറവാണ് ഇവിടെ. അറിയത്തില്ല, നമുക്ക് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് കുറച്ച് റൂൾസ് എന്ന് പറയുന്നത് ആരുടെയും പബ്ലിക്കിന്റെ ആരുടെയും ഫേസ് കാണിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇവിടെ അല്ലാത്തവരോട് പറയാണ്. അപ്പം ബാ എന്റെ സ്ഥലം. ഇപ്പൊ വന്ന വഴി തന്നെ കറങ്ങിപ്പോയാല് ആ വഴി അവിടെ പോണ്ട. അവിടെ കുറച്ചുകൂടെ ലക്ഷറി, കുറച്ചുകൂടെ പീസ്ഫുൾ, കുറച്ചുകൂടെ കംഫേർട്ട് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് പോവാ. ഞാൻ പറഞ്ഞ സൺസെറ്റ്, ഇവിടെ സൺസെറ്റ് നല്ല രസമാണ് കാണാൻ. നാട്ടിലെ സൺസെറ്റിന് വേറെ ഒരു രസം, ഇവിടുത്തെ സൺസെറ്റിന് വേറെ ഒരു രസം. ബിൽഡിങ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓറഞ്ച് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത് കാണുമ്പോ ഭയങ്കര രസാ. അടിപൊളിയൊരു വ്യൂ ആണ്. അടിപൊളിയായിട്ടൊരു സ്ഥലമാണത്. നല്ല രസമാണ്. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് എന്തൊക്കെയോ നടക്കുന്നത്. ഇതാണ് ദുബായ് മോൾക്ക് പോകാൻ പറ്റുന്ന വഴിയാണത്. ഓക്കെ, എന്ത് രസമല്ല കാണാൻ. ഇത് നമ്മള് ഇങ്ങനെ നടന്ന് കുറച്ച് നടന്നാലും നമ്മള് വേറൊരു അടിപൊളി സ്ഥലത്തെത്തും. ഇവിടെ ഫുൾ അടിപൊളി സ്ഥലങ്ങളാട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം അടിപൊളി എന്ന് പറയുന്നത്. ഒരിക്കൽ ഇതിനകത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ മനസ്സിലാവും, നിങ്ങൾക്ക് കൗതുകം തോന്നും. എന്താല്ലേ ഇതൊക്കെ റൂഫാട്ടോ. നിങ്ങൾക്ക് ഇതേ മനസ്സിലായില്ലേ, ഇത് റൂഫാണ്. നോക്ക്, ഇത് മുകളിലത്തെ ടോപ്പായിട്ടുള്ള ഫ്ലോറാ. ഇത് ശരിക്കും റൂഫ് ഫ്ലോർ ആണിത്. ഇവിടെ അറിഞ്ഞൂടാ ഇതിന്റെയൊക്കെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. പക്ഷെ നല്ല രസാ, എന്ത് രസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രീനറിന്നൊക്കെ വരുന്ന നമ്മളെ പോലുള്ള മലയാളികൾക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ദുബായില്. ദുബായ് എന്ന് വിചാരിക്കുമ്പോ എല്ലാരും നയിക്കും മണലും മരുഭൂമിയാണ്. ശരിക്കും പറഞ്ഞല്ല കേട്ടോ, നമുക്കതൊന്ന് മിസ് ചെയ്യാൻ ഒരു ഇടം ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കാറില്ല. മഴ വേണ്ട സമയത്ത് മഴ തരും, ചൂടാവുന്ന സമയത്ത് ചൂടാവും, മഞ്ഞ് പോലെ വരേണ്ടടുത്ത് മഞ്ഞ് വരും. ഒരുപാട് ഗ്രീനറി തരേണ്ടടുത്ത് ഒരുപാട് ഗ്രീനറി തരും. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ വന്നിരുന്ന് സന്തോഷവും സങ്കടവും ഒക്കെ ആലോചിച്ചിരിക്കുമ്പോ എന്ത് രസമായിരിക്കും എന്ന് ആലോചിച്ച് ശരിക്കും സങ്കടത്തിന് ഒരു ബ്യൂട്ടി തോന്നും. ഒന്നുമില്ലല്ലോ, ഞാൻ ദുബായിലിരുന്നാണല്ലോ സങ്കടപ്പെടുന്നേ. അങ്ങനെ സാധനം ഉണ്ട്. സങ്കടത്തിനും സന്തോഷത്തിനും എന്താ പറയാ, ഇല്ലായ്മയ്ക്കും എല്ലാത്തിനും ഒരു ബ്യൂട്ടി തരും. അത്രയും എന്താ പറയാ, അത്രയും ബ്യൂട്ടിഫുൾ സ്ഥലമായത്. എന്താ രസം. ഇതാണ് ഇൻഡെക്സ് സ്റ്റാർ, PIFCയുടെ ഒരറ്റം. അതുപോലെ അങ്ങേ
ദേ അങ്ങ് കാണുന്ന എവറസ്റ്റ് ടവേഴ്സ്. അതാണ് അങ്ങനത്തെ. ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും DFCയിലെ കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ എന്നോട് പറയട്ടോ, ഞാൻ കൊണ്ട് കാണിക്കാവേ. ഇത് എന്റെ റൂമിന്റെ തൊട്ടടുത്തുള്ള സ്പോട്ടാണ്. ഈ സൺസെറ്റ് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ സൺസെറ്റിന് ഒരു ഭംഗിയുണ്ട്. എല്ലാ സൺസെറ്റിനും ഉണ്ട്, ഇല്ലെന്നല്ല. ഒഫൻസീവ് ആവരുത് ആരും. കേരളത്തിൽ നിന്ന് ഒഫൻസീവ് ആവരുത്. ഒരു ഭംഗിയുള്ള കാഴ്ചയെ പൂർണ്ണമായി പറഞ്ഞതാണ്. ഞാൻ തന്നെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർത്തിട്ടില്ല. ഞാൻ ഇവിടെ ഒരു വർഷമായിട്ട് താമസിക്കുന്നത്, ഇതുവരെ ഞാൻ കണ്ടു തീർത്തിട്ടില്ല. പ്രതീക്ഷ കാണാം. ഇതും DFCയിലെ കാഴ്ചകളും ഈ പറയുന്ന പോലെ എന്താ DFCയിലെ കാഴ്ചകളും ഇനിയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ കാണണമെങ്കിൽ എന്നോട് പറയാ. ഇതൊരു ചെറിയ ഒരു കുട്ടി വ്ലോഗായിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറേ പറയാനും കാണിക്കാനുണ്ട്. എല്ലാം നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോഴത്തേക്ക്